നിങ്ങൾക്ക് അറിഞ്ഞിരിക്കെ അതെന്നെ അറിയിക്കാണ്ട്, നിങ്ങളെന്നെ അറിഞ്ഞിരിക്കെ അതിനുള്ള പ്രൂഫ് തരാണ്ട്, നിങ്ങളെന്നെ അറിഞ്ഞിരിക്കെ അതിനുള്ളതിൻ്റെ നഷ്ടപരിഹാരം എനിക്ക് തരാണ്ട്, നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാമെന്ന് അതിനുള്ള വിശദീകരണം തരാണ്ട്, നിങ്ങൾ ഓരോന്ന് കാണിക്കുമ്പോൾ, നിങ്ങളെന്നെ അറിഞ്ഞിരിക്കുമ്പോൾ, നിങ്ങളുടെ റീട്ടാർഡഡ് ഹിന്ദുസിൻ്റെ അതേ വിഡ്ഢിത്തരം ഞാൻ പ്യുവർ ക്രിസ്ത്യൻ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ സത്യം അറിയുന്നതിൻ്റെ പകരം നിങ്ങളെന്നെ അറിഞ്ഞിരിക്കെ അതിൻ്റെ വിശദീകരണം തരാണ്ട്, നിങ്ങൾ ഒളിഞ്ഞു നോക്കിയിരിക്കുക, എൻ്റെ മൊബൈൽ പാസ്വേഡൊക്കെ ഒളിഞ്ഞു നോക്കിയിരിക്കുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം തരാണ്ട്, എൻ്റെ മൊബൈൽ ഇത്ര നാളും പോയതിൻ്റെ പഴയത് തിരിച്ചെടുക്കാൻ പറ്റാണ്ട് പുതിയത് വാങ്ങേണ്ടി വരേണ്ട അവസ്ഥ വരുമ്പോൾ, നിങ്ങളെന്നെ അറിഞ്ഞിരിക്കുക അതിനുള്ള വിശദീകരണം പറയാണ്ട്, നിങ്ങളെന്നെ അറിയുമ്പോൾ അതിനുള്ള വിശദീകരണം തരണോ, നിങ്ങളെന്നെ എങ്ങനെ അറിയണമെന്ന് അതിനുള്ള വിശദീകരണം തരാണ്ട്, എന്ത് ഒളിഞ്ഞു നോട്ടം ഇതാണെങ്കിലും എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഡിസ്കണക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നു. അപ്പം നിങ്ങൾ അതിനുള്ള നഷ്ടപരിഹാരം, അതിനുള്ള വിശദീകരണം തരാണ്ട്, നിങ്ങൾ എന്നെ അറിഞ്ഞിരിക്കെ അതിനുള്ള നഷ്ടപരിഹാരം തരേണ്ടത് നിങ്ങളാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ശോഷിച്ചതായിട്ട് ഡിസ്കസ് ചെയ്യാനും ഡ്രഗ് അടിച്ച് നടക്കാനും പോയിട്ടില്ല. നിങ്ങളുടെ ഡ്രഗ് ബൂസിൽ നിങ്ങളെന്നെ അറിയാത്ത പോലെ കാണിക്കണതിന് എന്ത് വേണം നിങ്ങൾക്ക്? അതിനുള്ള നഷ്ടപരിഹാരം എന്താ? എൻ്റെ മൊബൈൽ പാസ്വേഡ് നിങ്ങൾ ഒളിഞ്ഞ് നോക്കണതിന് എൻ്റെ മൊബൈൽ ഇത്ര നാളെ പോയിട്ടുണ്ട്, അതെനിക്ക് വീണ്ടെടുത്ത് തിരിച്ചെടുക്കാമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. അറിഞ്ഞിരിക്കുക അതിനുള്ള നഷ്ടപരിഹാരം തരാണ്ട് വേറെ എന്തൊക്കെയോ കാണിച്ചിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ റീട്ടാർഡഡ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടായത് നിങ്ങൾ ഹിന്ദുസും ശിഖണ്ഡികളെ ആരാധിക്കണവരും, എന്നെ അറിഞ്ഞിരിക്കെ എന്നെ റീട്ടാർഡഡ് എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ ഉപയോഗിച്ചിട്ട് എന്നെ എങ്ങനെ അറിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളത് നിങ്ങൾ ഉണ്ടാക്കണം, അല്ലാണ്ട് ബാക്കിയുള്ളൊരു കോപ്പി ചെയ്തിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ വിശദീകരിക്കണം. അല്ലേ, നിങ്ങൾ എന്നെ ഏത് രീതിയിൽ ഒളിഞ്ഞ് നോക്കണം, ഏത് രീതിയിൽ എൻ്റെ നിങ്ങളുടെ സ്വപ്പ് എടുക്കണോ, എന്ത് രീതിയിൽ നിങ്ങൾ നോക്കിയെടുക്കണോ അതിനുള്ള വിശദീകരണം ചെയ്തിട്ട്, എൻ്റെ മൊബൈൽ ഒളിഞ്ഞ് നോക്കിയിട്ട് എൻ്റെ മൊബൈൽ ഇത്ര നാൾ 5 പോയിട്ടുണ്ട്, അത് ഒളിഞ്ഞ് നോക്കിയത് പോലീസിനോട് അത് വിശദീകരണം ചെയ്തിട്ട് അതിനുള്ള ഉത്തരം പറയും. നിങ്ങൾ എത്ര പൊക്കത്തിരുന്നാലും കോപ്പി അടിച്ച് ജയിച്ചവരെ ഒരിക്കലും ജയിക്കാനും പോകണില്ലേ. നിങ്ങൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാണ്ട് എന്നെ കോപ്പി ചെയ്തിട്ട് അതിനുള്ള നഷ്ടപരിഹാരം, അതിനുള്ള വിശദീകരണം തരാണ്ട് നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാ എനിക്ക്. അതാദ്യം പറ. നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക. അത് എനിക്ക് മനസ്സിലാക്കി തരാൻ പഠിക്കുക. ബാക്കിയുള്ളവരോട് വിശദീകരണം ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള വിഡ്ഢിത്തരം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോയിട്ടില്ലേ. എൻ്റെ നഷ്ടപരിഹാരം മൊബൈൽ പാസ്വേഡും നോക്കിയിട്ട് മൊബൈലുകൾ പോയതിൻ്റെ എനിക്ക് പുതിയത് മേടിക്കാണ്ട് അതിനുള്ള കാര്യങ്ങൾ നോക്കായിരുന്നു. നിങ്ങളെന്നെ അറിയണ്ടങ്ങ് ഇല്ലേ, നിങ്ങളെന്നെ അറിയണം. അതിൻ്റെ വിശദീകരണം പറയും. നിങ്ങളുടെ റിട്ടാർഡഡ്നെസ്സിൻ്റെ ഇതിലുള്ളത് എന്നെ വലിയത് പൊക്കി കാണിക്കാതെ, നിങ്ങളെന്നെ കാണിക്കാണ്ട്, നിങ്ങളുടെ റിട്ടാർഡഡ്നെസ്സിൽ നിങ്ങളെന്നെ എങ്ങനെ അറിയണമെന്ന്, നിങ്ങളെങ്ങനെ ഒളിഞ്ഞ് നോക്കണമെന്ന്, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. അവിടെ ബാക്കിയുള്ളൊരു കോപ്പി അടിച്ചിട്ടല്ല. നിങ്ങൾ എന്നെ അങ്ങനെ അറിയണു. എനിക്ക് ആരും പറയിപ്പിച്ചിട്ടല്ല ഞാൻ ടാലൻറ്റ് കാണിക്കുന്നത്. നിങ്ങൾ കോപ്പി അടിച്ച് അതിനുള്ള ഡ്രഗ് ബൂസിൽ നിങ്ങളുടെ കാശ് മേടിക്കാനല്ല ഞാൻ നടക്കുന്നത്, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നതൊക്കെ. അപ്പം എന്നെ അങ്ങനെ അറിയണമെന്ന് നിങ്ങൾ കാണിക്കാൻ പഠിക്കുക. നിങ്ങളുടെ വിശദീകരണം നിങ്ങൾ ചെയ്യും. നിങ്ങളെന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളെന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാ. ഇങ്ങനെയുള്ള വെഡ്ഡി വലിയ പൊക്കത്തിലിരിക്കണ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാണ്ട് ആരും പറയിപ്പിച്ച് നാച്ചുറലായിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾ കൃത്രിമം കാണിക്കണോ, അത് നിങ്ങളെന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞതാ, മനസ്സിലാക്കിയതാ. അല്ലാണ്ട് നിങ്ങൾ ഒളി നോക്കിയിട്ട് കോപ്പി അടിച്ചിട്ട് നിങ്ങൾ വലിയ കാര്യം ചെയ്തിട്ട് ഒരു കോപ്പി അടിച്ചിട്ടൊന്നും ചെയ്യിക്കാൻ പോകണില്ലേ. എൻ്റെ മൊബൈൽ ഇത്ര നാൾ പോയിട്ടുണ്ട്, അതിനുള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ പുതിയത് മേടിക്കാണ്ട് നഷ്ടപരിഹാരം മേടിച്ച് പഴയ മൊബൈൽ വീണ്ടെടുക്കായിരുന്നു. അതിനുള്ളിൽ നോക്കണതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ എന്നെ എങ്ങനെ അറിയണമെന്ന്, നിങ്ങൾ കോപ്പി അടിച്ച് ചെയ്യണ്ടെങ്കിൽ എന്നെ അറിയണമെന്ന് നിങ്ങൾ വിശദീകരണം എന്താ?
എനിക്ക് കേസ് കോർട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ അങ്ങനെ അറിയണു, നിങ്ങൾ എന്നെ അങ്ങനെ മനസ്സിലാക്കി എന്തെങ്കിലും ഒളിഞ്ഞ് നോക്കിയിട്ട് എൻ്റെ മൊബൈലിൽ പാസ്വേഡ് എൻ്റെ മൊബൈൽ പോയിട്ടൊക്കെ അത് നഷ്ടപരിഹാരം എനിക്ക് കിട്ടാണ്ട് നിങ്ങളെന്നെ ഉള്ളിൽ നോക്കണ്ടെങ്കിൽ എന്ത് രീതിയിലാണെങ്കിലും പെണ്ണാണെങ്കിൽ നിങ്ങൾ എന്നെ ഉള്ളിൽ നോക്കണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം എന്താ? നിങ്ങൾ എന്നെ ഉള്ളിൽ നോക്കണം എൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് അതിനുള്ള വിശദീകരണം താ, ബാക്കിയുള്ളവർക്ക് കൊടുക്ക്, എനിക്കും താ. നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി താ. എനിക്കൊരു ആവശ്യമില്ല ഡിസ്കസ് ചെയ്ത് എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് അതിനുള്ള പ്രൂഫ് താ, അതിനുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ അതിനുള്ള വിശദീകരണം താ, അതിനുള്ള നഷ്ടപരിഹാരം താ ആദ്യം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ റിട്ടാർഡഡ്നെസ്. അല്ലാണ്ട് എൻ്റെ പ്യുവർ ക്രിസ്ത്യാനിറ്റി നാച്ചുറലായിട്ട് പറഞ്ഞത് തന്നെ നിങ്ങൾ കൃത്രിമം കാണിക്കുമ്പോൾ നിങ്ങളുടെ റിട്ടാർഡഡ്നെസ്സാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പാരൻസ് വലിയ ആൾക്കാരാകുമ്പോഴുള്ള നിങ്ങളുടെ ശിഖണ്ഡികൾ ആരാധിക്കണവരുടെയും നിങ്ങളുടെ വിഡിത്തം, നിങ്ങളുടെ എനിക്കൊരു ആവശ്യമില്ല നിങ്ങൾ ഒളിഞ്ഞു നോക്കാൻ ഞാൻ പോയിട്ടില്ലേ. അപ്പം നിങ്ങളുടെ തെറ്റാണത്, നിങ്ങളുടെ റിട്ടാർഡഡ്നെസ്. നിങ്ങൾ എന്നെ അങ്ങനെ അറിയണമെന്ന് നിങ്ങൾ വിശദീകരണം എന്താ, അതിനുള്ള നഷ്ടപരിഹാരം എന്താ ആദ്യം. പിന്നെ കൃത്രിമം കാണിക്കണം നിങ്ങൾ. എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയണം, എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്നെ അറിയണം എന്നുള്ളതിൻ്റെ വിശദീകരണം ഉണ്ടെങ്കിൽ പേര് ചൊല്ലി റെസ്പെക്റ്റോടെ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളെ ഞാൻ മുഞ്ഞ പറയാനും ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്ത് നടന്നിട്ടില്ലേ. നിങ്ങൾ എന്ത് ഡ്രഗ് ബോക്സിൽ കൃത്രിമം കാണിച്ചോ, നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ അതിനുള്ള വിശദീകരണം എന്താ, അതിൻ്റെ ബാക്കിയെല്ലാം മൊബൈൽ പാസ്വേഡ് ഓളി നോക്കണതിൻ്റെ നഷ്ടപരിഹാരം നിങ്ങൾ താ. അല്ലാണ്ട് ഞാനല്ല നിങ്ങളോട് നോക്കുന്നത് തെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ തെറ്റ്, നിങ്ങളുടെ കൃത്രിമം നിങ്ങൾ എന്നെ വിശദീകരിച്ച് കാണിച്ചത് ബാക്കിയുള്ളവർക്ക് വിശദീകരിക്കുക. നിങ്ങളെന്തിനാണ്, നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയണമെന്ന് മനസ്സിലാക്കി പഠിക്കാദ്യം. ഞാനിവിടെ കാശിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ എങ്ങനെ അറിയണമെന്ന് നിങ്ങൾ വിശദീകരണം താ. അല്ല നിങ്ങളുടെ റിട്ടാർഡ്നെസ് എൻ്റെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല.